ഹലോ, പീരിയഡ്സ് ടൈമിലുണ്ടാകുന്ന മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ പെയിനും അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ കറക്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പീരിയഡ്സ് ടൈമിൽ പെയിൻ കുറയ്ക്കാനായിട്ട് കുറച്ച് ഹോം റെമഡീസ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കറുവപ്പട്ടയും പിന്നെ ജിഞ്ചറും കൂടെ എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുക. പകുതിയാവുന്നവരെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെയിൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പെയിൻ കുറയും. പിന്നെ ചെറിയ പെയിൻ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ ഒരു പെയിൻ പൂർണ്ണമായിട്ട് നമുക്ക് മാറും കേട്ടോ. പിന്നെ ഒരു നാടൻ മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു ടൈമിൽ പെയിനൊക്കെ കുറയാനായിട്ട്. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോട്ട് വാട്ടറിൽ കുളിക്കുന്നതും അതുപോലെ തന്നെ ഹോട്ട് ബാഗ് വെക്കുന്നതും നല്ലതാണ്. ഹോട്ട് ബാഗ് വെച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരാശ്വാസം കിട്ടും കേട്ടോ. പിന്നെ പീരിയഡ്സിൻ്റെ മുന്നേയും പീരിയഡ്സ് ടൈമിലും ഡേറ്റ്സ് കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതിനേക്കാൾ സഹിക്കാൻ പറ്റാത്തതാണ് മൂഡ് സ്വിങ്സ്. എനിക്കിങ്ങനെ ഒരു മൂഡ് സ്വിങ്സ് ഒന്നും പണ്ടില്ലായിരുന്നു. ആദ്യമൊക്കെ നല്ല പെയിനും പിന്നെ ഒക്കെ വരുമ്പം ചെറിയൊരു ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. പീരിയഡ്സ് ആവുന്നതിൻ്റെ തലേന്ന് തന്നെ ഒരു കാരണമില്ലാതെ ദേഷ്യം വരിക, സങ്കടം വരിക, വെറുതെ ഹസ്ബൻഡിനോട് വഴക്കുണ്ടാക്കുക. അപ്പോൾ ഇത് സ്ഥിരമായതുകൊണ്ട് ഇപ്പോൾ ഹസ്ബൻഡിനെ അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിനെന്ത് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ റെമഡീസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.